ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ത്യക്കേൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറ്റാം. അപ്പോൾ ഇത് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഭയങ്കര അടിയാണ് കേട്ടോ. വണ്ടി വെട്ടണൊക്കെ ഉണ്ട്, വീലും അതുപോലെ അടിക്കുന്നുണ്ട്, നല്ലപോലെ പോയിട്ടുണ്ട് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്. അപ്പോൾ നമുക്കിതെങ്ങനെ അഴിച്ച് മാറ്റാമെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് അഴിക്കേണ്ടത് ഇതാ ടയർ റോഡിൻ്റെ നെട്ടാണ് കേട്ടോ. ഈ നെട്ട് അഴിച്ചിട്ട് അത് അവിടുന്ന് അഴിച്ച് മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ ലോക്ക് നെട്ടുണ്ട്, ആ ലോക്ക് നെട്ട് അഴിക്കണം. ആ ലോക്ക് നെട്ട് അഴിച്ചതിന് ശേഷം സ്റ്റിയറിങ്ങിൻ്റെ ബൂട്ടുണ്ട്, ആ ബൂട്ട് അഴിക്കണം. എന്താ ഈ ബൂട്ട് അഴിച്ച് മാറ്റണം. അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്. ഇത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇത് നല്ലപോലെ ഷെയ്ക്കാണ് കേട്ടോ. ഉള്ളിൽ ഇത്രയും ഷെയ്ക്കാണ്. ഇത്രയും ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇത്രയൊന്നും വരാറില്ല. ഇത്രയും വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ഷെയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് ചെറിയ അടി കഴിഞ്ഞിട്ടും കസ്റ്റമർ കംപ്ലയിൻറ്റ് തീർക്കാത്തതുകൊണ്ടാണ് ഇത്രയും ഷെയ്ക്ക് വന്നിട്ടുണ്ടോ. ഓടിച്ച് തേയ്മാനം വന്നതാണ് ഇത്രയും ഷെയ്ക്ക്. ചെറിയൊരു അടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഉണ്ടായിരിക്കും. സ്റ്റിയറിങ്ങിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഗട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ബോൾ ജോയിൻറ്റ് അഴിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ലോക്ക് നെട്ട് ആദ്യം അഴിക്കണം കേട്ടോ. ലോക്ക് നെട്ട് ആദ്യം ലൂസ് ചെയ്തിടണം. അതിന് ശേഷം വേണം ടയർ റോഡിൻ്റെ നെക്കിൽ നിന്ന് അഴിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ലോക്ക് നെട്ട് ലൂസ് ചെയ്തിട്ട് അതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ ത്രെഡ് എണ്ണി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കയറ്റുന്ന സമയത്ത് അലൈൻമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അലൈൻമെൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ടയർ റോഡിൻ്റെ അഴിച്ച് മാറ്റാണ്. ആ ടയർ റോഡിൻ്റെ അഴിച്ച് മാറ്റിൻ്റെ ഇനി ഇതിൻ്റെ ബൂട്ട് അയക്കണം. ബൂട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ ഒരു ലോക്ക്, അതായത് വയർ ടാഗോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വയർ ടാഗാണ് ഉള്ളത്. അപ്പോൾ ആ വയർ ടാഗ് അഴിച്ച് മാറ്റണം. അത് അഴിച്ച് മാറ്റിയിട്ട് നേരെ അപ്പുറത്തും ഇതേപോലെ ടാഗ് ഉണ്ടായിരിക്കും. ആ ടാഗ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ബൂട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബൂട്ട് ഒപ്പം മാറണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ റാക്കിന് കംപ്ലയിൻ്റ് ഒക്കെ വരും കേട്ടോ. തുരുമ്പ് കാര്യങ്ങളൊക്കെ വരും, റാക്കിന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ബൂട്ടിന് ചെറിയ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബൂട്ട് അതിൻ്റെ കൂടെ തന്നെ ബോൾ ജോയിൻറ്റ് മാറുന്ന പോലെ തന്നെ ബൂട്ടും മാറി കൊടുക്കണം. അപ്പോൾ ഈ ബൂട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ആ ബൂട്ട് അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ബൂട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോൾ ജോയിൻറ്റ് അഴിച്ചെടുക്കണം. അപ്പോൾ ബോൾ ജോയിൻറ്റ് പ്ലേ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഷെയ്ക്കാണുണ്ടോ. ഇതാണ് ഇതിൻ്റെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട്, സ്റ്റിയറിങ് വെട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് എന്തായാലും ബോൾ ജോയിൻറ്റ് അയക്കണം ടൂൾ വെച്ചിട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ബോൾ ജോയിൻറ്റ് അയക്കാനുള്ള ടൂൾ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അഴിച്ചെടുക്കണത്. അപ്പോൾ ബോൾ ജോയിൻ്റ് അത് വെച്ച് ലൂസാക്കാൻ പോകും കേട്ടോ. ഓക്കെ, ലൂസായിട്ടുണ്ട്. ഇനി ആ ടൂൾ അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അത് ലൂസാക്കി എടുത്ത് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് പുതിയത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോൾ ജോയിൻറ്റ് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ബോൾ ജോയിൻറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. പുതിയ ബോൾ ജോയിൻറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ പുതിയ ബോൾ ജോയിൻറ്റിൻ്റെ വില പറയുന്നത് ഏകദേശം 370 രൂപ വരുന്നുണ്ട് കേട്ടോ, ബോൾ ജോയിൻറ്റിൻ്റെ വില. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ആ ബോൾ ജോയിൻറ്റ് എപ്പോഴും മാറുന്ന സമയത്ത് പഴയ ബോൾ ജോയിൻറ്റും പുതിയ ബോൾ ജോയിൻറ്റും ലെങ്ത്ത് വെച്ച് നോക്കണം. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും. എപ്പോഴും അത് ലെങ്ത്ത് വെച്ച് നോക്കണം പുതിയത് കയറ്റുന്ന സമയത്ത്. അപ്പോൾ പുതിയത് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇത് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ആ ടൂൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് നേരെ പുതിയ ബൂട്ട് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. ടയർ റോഡിൻ്റെ ഫിറ്റ് ചെയ്യുക. ആഴ്ച അതേ ത്രെഡിൽ തന്നെ ടയർ റോഡിൻ്റെ ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം അലൈൻമെൻറ്റ് ചെയ്യണം. അലൈൻമെൻറ്റ് മസ്റ്റാണ്. അലൈൻമെൻറ്റ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ടയർ വെട്ടിത്തെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടൂൾ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യക്കേൻ്റെ ബോൾ ജോയിൻറ്റ് മാറുന്നത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. മറ്റേ വീഡിയോ വീണ്ടും കാണാം.